എന്റെ ഹബീബ് വഫാത്തായിട്ടില്ല. അങ്ങേയറ്റത്തെ ഹുബ്ബാണത്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഒരാളും പറയുന്നത് ഞാൻ കേൾക്കരുത്. അന്ന റസൂലല്ലാഹി ഖുബില, എന്റെ റസൂൽ വഫാത്തായെന്ന് ഒരുത്തനും പറയുന്നത് ഞാൻ കേൾക്കരുത്. അങ്ങനെ എങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാ ദറബ്തുഹു ബിസൈഫി ഹാദാ, എന്റെ ഈ വാളുകൊണ്ട് ഞാൻ അവനെ വെട്ടിക്കളയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് ഹുബ്ബ് കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ അങ്ങനെ വെട്ടാൻ പാടുണ്ടോ എന്ന് ഒരുത്തൻ ചോദിച്ചാൽ ആ ചോദിച്ചതിന് വിവരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പാടുണ്ടോ, ഇത് പാടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായത് മഹാനവർകൾക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ആ മഹബത്ത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനിയോ, ഞാൻ നേരത്തെ പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ വിഷയം മറക്കല്ല. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായ ആ ഒരു ദിവസം മഹാനവർകൾ തന്റെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തോട്ടം നനച്ചുകൊണ്ടിരിക്കെ തന്റെ മോൻ വന്നിട്ട് പറഞ്ഞു, യാ അബൂയ, എന്റെ പൊന്നുപ്പ, ഖത്തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വഫാത്തായി പോയിപ്പാ. ബാപ്പ ചോദിച്ചു, വല്ലാഹി, ബാപ്പാന്റെ കുട്ടി പറഞ്ഞത് സത്യാണോ? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായോ? ഭലായ അബൂയ, അതെ ബാപ്പ. നമ്മളുടെ കരളിന്റെ കരളായ, നമ്മുടെ ജീവന്റെ തേട്ടമായ, നമ്മുടെ മനസ്സിന്റെ മോഹമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. ഇത് കേട്ടപ്പോ ആ മഹാൻ എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? മഹാനവർകൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളപ്പാത്രം ഒരേറ് വെച്ചു കൊടുത്തു. രണ്ട് കൈയും മേലോട്ട് ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഅ്മിനി, അല്ലാഹുമ്മ അഅ്മിനി, അല്ലാഹുമ്മ അഅ്മിനി. പടച്ചോനെ, എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് എടുത്തുകള റബ്ബേ. ഇനി എനിക്കെന്തിനാ കണ്ണ്? എനിക്ക് കണ്ണ് വേണ്ട റബ്ബേ. ഫലാ അറാ ശൈഅൻ ബഅദ ഹബീബി, എന്റെ ഹബീബിനെ കണ്ട കണ്ണുകൊണ്ട് ഇനി എനിക്കൊന്നും കാണണ്ട റബ്ബേ. അതിലൊരു രസമുള്ള എന്താ അവിടെ കാണാനുള്ളത്? എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ രസമുള്ള എന്തെങ്കിലും ദുനിയാവിലുണ്ടോ റബ്ബേ? ആഖിറത്തിലുണ്ടോ റബ്ബേ? അതുകൊണ്ട് എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച വേണ്ട റബ്ബേ. ഇനി എന്നാണ് നീ എനിക്ക് ഈ കാഴ്ച തരേണ്ടത്? ഹത്താ അൽഖാ ഹബീബി, എന്നാണോ എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ കഴിയുക, അന്ന് മതി റബ്ബേ എനിക്ക് കണ്ണ് എന്ന് ദുആ ചെയ്ത സഹാബിയുടെ പേരാണ്